ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ. ഫുൾ ഡേ വ്ളോഗ് ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫുൾ ഡേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഫസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. കുറച്ച് കഴിയുമ്പം വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോകും. ഇന്ന് സൺഡേ ആണ്. ലീവുള്ള ഡേയ്സ് മാത്രം ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കാൻ നോക്കാറുള്ളൂ. അമ്മയും ഞാനും അനിയത്തിയും അച്ഛനും രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സാധാരണ എൻ്റെ എല്ലാ സൺഡേയും ഒന്നും ചെയ്യാനില്ലാണ്ട് വീട്ടിലിരിക്കലാണ്. ഇന്ന് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ ദിവസം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. ഇതെൻ്റെ നാട്ടിൽ തന്നെയുള്ള അമ്പലമാണ്. ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്തു വയ്ക്കും. എന്നിട്ട് എഡിറ്റും ചെയ്യും. പക്ഷേ വോയിസ് കൊടുക്കൂല. എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. എന്താ ഇപ്പോൾ പറയുക, ഞാൻ ഈ യൂട്യൂബിൽ കുറേ വ്ളോഗൊക്കെ ഇരുന്ന് കാണും. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഓരോ ക്രിയേറ്റേഴ്സ് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ വ്ളോഗൊക്കെ എടുക്കും. പക്ഷേ വോയിസ് കൊടുക്കാൻ നേരം എനിക്കൊന്നും പറയാൻ കിട്ടില്ല. എൻ്റെ വീഡിയോൻ്റെ പകുതിനേക്കാളും കുറവാണ് എൻ്റെ വോയിസിൻ്റെ ലെങ്ത് ഉണ്ടാവുക. അമ്പലത്തിൻ്റെ മുൻവശം കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റും വീടുകളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റും തണുപ്പും. വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തവണ ഇവിടുന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൻ്റെ ചോറൂണുണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. വഴിയിൽ കണിക്കൊന്നെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ പ്രസാദം എൻ്റെ ഫേവറേറ്റ് ആണ്. എത്ര തന്നാലും ഞാൻ കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ഉള്ളത്. സൺഡേ ആണ് ഞാൻ ആകെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഈ ക്ലീനിങ്. ബെഡ്ഷീറ്റൊക്കെ വൃത്തിക്ക് വിരിക്കുക, അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ. ഈ ഷെൽഫിൽ ഹൗസ് വാമിങ്ങിന് കിട്ടിയ കുറച്ച് ഫ്രെയിംസും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വെക്കലുള്ളത്. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗ്രീറ്റിംഗ്സ് കാർഡാണ്. കളർ പേപ്പർ ചെറുതാക്കി കീറി അത് റോൾ ചെയ്ത് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീൽസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കാമെന്ന് തോന്നി. ഞാനൊരു ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയാണ് എൻ്റെ ഫ്രീ ടൈമിലെ ഫേവറേറ്റ് പാർട്ട്, ജേർണലിങ്. ഇന്നൊരു പിങ്ക് തീമിൽ ചെയ്യാമെന്ന് കരുതി. അതിനു വേണ്ടി ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഞാൻ ജേർണലിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ഇതെന്തായാലും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കട്ട് ചെയ്ത ഫോട്ടോസൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് നോക്കി. പിന്നെ ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കട്ട് ചെയ്ത പിക്ക് ഒട്ടിച്ചില്ല. അത് മാച്ചായിട്ട് തോന്നാത്തതുകൊണ്ട് ഒരു മിറർ ബോളിൻ്റെ ഒരു പിക്ചറുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കൂടെ ഒരു സ്ട്രോബെറീൻ്റെ പിക്ചറും. ആ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും എഴുതാലോ, അതിനെയാണ് ഈ മെയിനായിട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് കോഡ്സും എഴുതി കൊടുക്കുന്നുണ്ട്. എല്ലാം എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജേർണൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ,
നല്ലൊരു ഫീലാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.